ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് CSBയിൽ +2 ഉള്ളവർക്ക് ജോലി അവസരം വന്നിട്ടുണ്ട്. മാസം 1,12,400 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അവസാനമായി കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, സ്ഥാപനത്തിൻ്റെ പേര് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതേപോലെ തസ്തികയുടെ പേര് സൂപ്രണ്ട് ഗ്രൂപ്പ് ബി, ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് സി. ഒഴിവുകളുടെ എണ്ണം 212. ജോലിസ്ഥലം ഓൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 35,400 മുതൽ 1,12,400 വരെ. അപേക്ഷയുടെ തീയതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ജനുവരി 2 അപേക്ഷയുടെ അവസാന തീയതി 2025 ജനുവരി 31. അതേപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ചുവടെ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ ഒഴിവുകൾ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സൂപ്രണ്ട് എന്ന വേക്കൻസിയിലേക്ക് 142 ഒഴിവുകളാണ്. അത് UR, SC, ST, OBC വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റിന് 70 വേക്കൻസികളുണ്ട്. ടോട്ടൽ പോസ്റ്റ് 212 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ജോലിയുടെ പ്രായപരിധി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് 18 വയസ്സാണ് മിനിമം ഏജ് ആയിട്ട്. അതേപോലെ മാക്സിമം ഏജ് ജൂനിയർ അസിസ്റ്റൻറ്റിന് വേണ്ടത് 27 വയസ്സും സൂപ്രണ്ടിന് വേണ്ടത് 30 വയസ്സുമാണ്. അതേപോലെ ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആസ് പെർ റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതേപോലെ അടുത്തായി പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് സൂപ്രണ്ടിന് വേണ്ടത് ഗ്രാജുവേഷൻ അനി സ്ട്രീമാണ്. അതേപോലെ വർക്കിംഗ് നോളജ് വേണം കമ്പ്യൂട്ടറിൽ. അതേപോലെ ജൂനിയർ അസിസ്റ്റൻറ്റിന് 12th പാസ്സായിരിക്കണം. അതേപോലെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റും ഇംഗ്ലീഷും, അതേപോലെ 30 വേർഡ് പെർ മിനിറ്റ് ഹിന്ദിയും വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ കമ്പ്യൂട്ടർ നോളജ് പറഞ്ഞിരിക്കണം. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ് നമുക്കൊന്ന് നോക്കാം. അപേക്ഷാ ഫീസ് UR, OBC, EWS വിഭാഗത്തിന് 800 രൂപയാണ്. അതേപോലെ SC, ST, ഫീമെയിൽ, PH വിഭാഗത്തിന് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഓൺലൈൻ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്, അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ താഴെ കൊടുത്ത ലിങ്ക് വഴി കയറി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതെന്നും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.